നമസ്കാരം, അമൃതാണ്. ഇതുപോലുള്ള സിനിമകൾ കണ്ടിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മലയാള സിനിമ ഒരുപാട് ഇവോൾവ് ചെയ്യുന്നുണ്ട്. അതിലെടുത്തു പറയേണ്ടത് കോടാനുകോടികളുടെ ബഡ്ജറ്റോ അതുപോലെ നെപ്പോ കിഡ്സോ അല്ലെങ്കിൽ വമ്പൻ താരോദയങ്ങളൊന്നും ഇല്ലാതെയും ഒരു സിനിമ വിജയിപ്പിക്കും, ജനങ്ങൾ വിജയിപ്പിക്കും. അതിൻ്റെ കോണ്ടൻറ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ, ആ സിനിമയിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്ക് നല്ല അഭിനയ സിദ്ധിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ, അവർ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ജനങ്ങൾ സിനിമ ഏറ്റെടുക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇതുപോലുള്ള സിനിമകൾ ജനങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ് തിയേറ്റേഴ്സിൽ. വളരെ അപൂർവം കാണുന്ന കാഴ്ചകളാണ്. അതായത് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഹൗസ്ഫുള്ളായിട്ട് ഷോ നടക്കുന്നു, അതും 4 ഷോസ് ഓടിക്കുകയാണ്. ഇതിൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ, റൺ ടൈം കുറവായതുകൊണ്ട് തന്നെ 4 ഷോസ്. ഇന്നിപ്പോൾ 11:30 12-നും ഷോ ഉണ്ട്. ആറ്റിങ്ങൽ ഡ്രീംസിൽ 12:30 കണ്ട് ഷോ ഉണ്ട്. അതും ഹൗസ്ഫുള്ളായിട്ട് ഓടുന്നതായിട്ടാണ് ടിക്കറ്റ് ചാർട്ട് നോക്കിയപ്പോൾ കാണാൻ പറ്റിയത്. സോ 1-2 നല്ല സിനിമകൾ വന്നാലും മതി, ജനങ്ങളത് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സിനിമയിൽ വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ മിനിമൽ എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ട് കാണാനിരുന്നപ്പോഴത്തേക്ക് ഇതിൽ ആക്ടേഴ്സ് അവർ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സാണ്. ഇൻഫ്ലുവൻസേഴ്സ് ഇൻ ദ സെൻസ് നല്ല കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സാണ്. അപ്പോൾ അവർ മേക്ക് ചെയ്യുന്ന കോണ്ടൻറ്റിനൊരു യുണീക്ക് സ്പേസ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ആ ഒരു സാധനത്തിനെ പിടിച്ചുകൊണ്ട് ഈ സിനിമയിലുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നാൽ പോലും അവരുടെ അഭിനയമൊക്കെ ശ്രദ്ധിച്ചറിയാം, അവരെങ്ങനെ അവർ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രങ്ങളൊന്നും അല്ല, ഏതാണ്ട് സിമിലറായിട്ട് ഉള്ള കഥാപാത്രങ്ങളായിട്ട്. പ്രത്യേകിച്ച് പലരുടെയും പേര് തന്നെ, ഹാഷിറിൻ്റെ പേര് ഹാഷിർ എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അവരുടെ ഒരു റിയൽ ലൈഫ് സ്റ്റോറി ടെല്ലിംഗ് പോലെയാണ് ഈ സിനിമ പോകുന്നത്. വളരെ മനോഹരമായിട്ട് ഇത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സിനിമ തുടങ്ങി ഏതാണ്ട് ഒരു ഹാഫ് ടൈം വരെയൊക്കെ ഇങ്ങനെ ഒരു സ്ലോ പേസിൽ, എന്നാൽ അത്യാവശ്യം നല്ല കോമഡി, ഇതിനകത്തുള്ള എല്ലാ കോമഡികളും അത്യാവശ്യം നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ കോമഡി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള കോമഡിയാണ്. അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജനറേഷൻ്റെ കോമഡിയാണ്. അപ്പോൾ അത് ഒട്ടും ചോർന്നു പോകാത്ത രീതിയിൽ തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇവരുടെ അഭിനയം എന്ന് പറഞ്ഞാൽ ഒന്നിനൊന്നും മെച്ചം. എൻ്റെ ഒരു കൺസേൺ അതായിരുന്നു. അതായത് ജോമൻ ജ്യോതിർ പഴയ ആ വാഴ ടീം നന്നായിട്ട് പെർഫോം ചെയ്തതാണ്. അപ്പോൾ അവർക്കൊപ്പം ഇവരെ കൊണ്ട് നിൽക്കാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഇവർ അത് കഴിഞ്ഞുള്ള അടുത്തൊരു തലമുറ എന്നുള്ള നിലയിൽ ഇവരുടേതായിട്ടുള്ളൊരു ലോകം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇവർ 4 പേരും തകർത്താടിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോലും ഒരു അമച്വറിസമോ അല്ലെങ്കിൽ അവരുടെ അഭിനയത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മയോ എങ്ങും ഫീൽ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമഡിയൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് സിങ്കായി, അതങ്ങനെ വെൽ സോക്കറ്റഡായിട്ട് വീഴുന്നുണ്ടായിരുന്നു. എൻഡ് റിസൾട്ടായിട്ട് തിയേറ്റർ അങ്ങനെ ആഘോഷിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വളരെ സാധാരണക്കാരായിട്ടുള്ള കേരള ജനതയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ് ഇവരുടെ ഫാമിലി ആയിരുന്നാലും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇത് വളരെയധികം റിലേറ്റബിൾ ആണ്. പിന്നെ ഇവർക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നാലും അതിൻ്റെ ഒരു ബോണ്ടേജ് ആയിരുന്നാലും എല്ലാം ഭയങ്കര രസമായിരുന്നു. പിന്നെ മൂവിയെ ലിഫ്റ്റ് ചെയ്യുന്നത്, കഴിഞ്ഞ വാഴയും ലിഫ്റ്റ് ചെയ്തതിൽ അങ്കിത് മേനോനൊരു നല്ല പങ്കുണ്ടായിരുന്നു. ഇതും അതുപോലെ തന്നെയാണ്. വളരെ രസകരമായിട്ടാണ് ഇതിൽ പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഒരു റാപ്പ് പോലുള്ളൊരു സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സൗണ്ട് എഞ്ചിനീയറിംഗ് സൈഡായിരുന്നാലും ആ സിനിമ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അതെല്ലാം അവർ സൗണ്ടിലും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓളം തിയേറ്ററിൽ നന്നായിട്ട് സിനിമ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്കിത് മേനോൻ കമ്പോസ് ചെയ്തിരിക്കുന്ന സോങ്സ് ആയിരുന്നാലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നാലും എല്ലാം തകർപ്പൻ പരിപാടികളാണ്. പിന്നെ ഫൈറ്റ് സീക്വൻസുകൾ, കലൈ കിങ്സ്റ്റണൊക്കെയാണ് ഇതിനകത്ത് സ്റ്റണ്ട് കോറിയോഗ്രഫി ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഈ സ്കൂളുകളിൽ നടക്കുന്ന, നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ അറിയാം, കൂട്ടത്തല്ലുകൾ എങ്ങനെ സംഭവിക്കുന്നു അത് അതുപോലെ ചിത്രീകരിച്ചിട്ടുണ്ട്. നല്ല ഫൈറ്റ് കോറിയോഗ്രഫിയാണ്. അപ്പോൾ ആദ്യം ഇങ്ങനെ രസകരമായിട്ടൊക്കെ സിനിമ പോയെങ്കിലും ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം ഈ സിനിമ അങ്ങോട്ടൊരു എസ്കലേഷൻ ഉണ്ട്. അതൊരു ഗംഭീര പരിപാടിയാണ്. അതായത് നമ്മൾ വാഴ 1 കണ്ടതുപോലെ തന്നെ, അതുവരെ സീരിയസ്നെസ് ഒന്നും ഇല്ലാത്ത കുറേ വാഴകളെ പോലുള്ള, ലൈഫിൽ വലിയ അച്ചീവ്മെൻറ്റ്സ് ഒന്നും നോക്കി കാണാതെ വളരെ സിമ്പിളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പറ്റം കൂട്ടുകാർ. അപ്പോൾ അവർ ജീവിതത്തിൻ്റെ ഒരു പോയിന്റിൽ ലൈഫിനെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അത് ഈ സിനിമയ്ക്കകത്ത് കുറച്ചും കൂടെ രസമുണ്ടായിരുന്നു. അതിനൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആ ഒരു സിബ്ലിങ്സിൻ്റെ ഇടയിലുള്ള ഒരു ഫൈറ്റും അവർക്കിടയിലുള്ള ഈഗോയും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം, ഇതെനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സഹോദരങ്ങൾക്കിടയിലുള്ള പടലപ്പിണക്കങ്ങളൊക്കെ ചിലപ്പോൾ ഈ ഒരു സിനിമ കടന്നു പോകുന്ന ചില സന്ദർഭങ്ങളിലൂടെയൊക്കെ അത്തരത്തിലുള്ള പടലപ്പിണക്കങ്ങളിൽ നിന്നൊക്കെ സഹോദരങ്ങളൊക്കെ അത് ആ ഒരു സിബ്ലിങ്സിൻ്റെ ഇടയിലുള്ള ആ ഒരു ബോണ്ടേജ് അത് ചിലപ്പോൾ റിയലൈസ് ചെയ്യാനൊക്കെ ഈ ഒരു സിനിമ കൊണ്ട് പലർക്കും സാധിച്ചേക്കും. ഇപ്പോൾ ഒരു സിംഗിൾ ചൈൽഡ് ആയതുകൊണ്ട് തന്നെ എനിക്കത് ആ സിറ്റുവേഷൻസിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടത് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിൻ്റെ അത് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഇമോഷൻസ് എല്ലാം ഭയങ്കര ഒരു ഫീലായിരുന്നത്. സിംഗിൾ ചൈൽഡ് എന്ന് വെച്ചിട്ട് ഞാനങ്ങനെ ഇമോഷണലി വീക്കാകാറില്ല. അല്ലെങ്കിൽ ചില പോയിൻറ്റ്സിൽ നമുക്കൊരു സപ്പോർട്ടിന് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലൊക്കെ തോന്നുന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിംഗിൾ ചൈൽഡിൻ്റെ ഒരു യൂണിവേഴ്സൽ സിംഗിൾ ചൈൽഡ് കമ്മ്യൂൺ എന്ന് പറഞ്ഞ് ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ഒരു കമ്മ്യൂണിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഒറ്റ മക്കൾക്ക് ഒത്തുചേരാനായിട്ടുള്ള ഒരു ബ്രദർഹുഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒറ്റ മക്കളാരെങ്കിലും
ഈ വീഡിയോ കാണുന്നുണ്ട്, അവർക്ക് ആ ഒരു കമ്മ്യൂണിൽ മെമ്പർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. ഞാൻ അതിനകത്ത് ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം. അതിപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത് എൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഒന്നും അല്ല, അത് അതിനകത്ത് വരുന്ന ഇതുപോലുള്ള എല്ലാവർക്കും കൂടെ ഉള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. പ്രത്യേകിച്ച് വലിയ ഇൻറ്റൻഷൻസ് ഒന്നും വെച്ചുകൊണ്ട് ചെയ്യുന്നതുമല്ല. ഇതുപോലുള്ള എവിടെയെങ്കിലുമൊക്കെ ഒരു ബ്രദർഹുഡ് മിസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് അതിനകത്തോട്ട് ആ ഒരു അംബ്രല്ലയുടെ അണ്ടറിൽ വരാം, കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരിക്കാം, എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അതിന് ചില പരിഹാരങ്ങൾ ആ ബ്രദർഹുഡ് കൊണ്ട് പരിഹരിക്കാൻ ആ ബ്രദർഹുഡിന് കഴിയുമെന്നുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലി പരിഹരിക്കാനും ഒക്കെ നമുക്ക് ശ്രമിക്കാം. സോ സിനിമയുടെ ടോപ്പിക്കിൽ നിന്ന് ഞാൻ മാറിപ്പോണില്ല. സിനിമ ഒരു ഇങ്ങനെ ഗ്രാഫ് വളരെ ഉയർന്നു വന്ന് അവസാനം കൊണ്ടൊരു കയറ്റമുണ്ട്. അതൊരു 1.5 എലിവേഷനായിരുന്നു. ആ സമയത്ത് തിയേറ്റർ തന്നെ അത്രയും പൊട്ടിച്ചിരിച്ച് ആഘോഷിച്ചിരുന്ന തിയേറ്റർ അങ്ങ് വളരെ ശാന്തമായി. പിന്നെ അവസാനം ഒരു സർപ്രൈസ് സാധനം തന്നിട്ടുണ്ട്. അതായത് ഒരു ഹാപ്പി എൻഡിങ് തരുന്ന രീതിയിൽ തന്നെയാണ് സിനിമ എൻഡ് ചെയ്തിരിക്കുന്നത്. അതും അങ്കിത് മേനോൻ്റെ മ്യൂസിക്കലി റിച്ചാണ്, നല്ല ഫൈറ്റ് കോറിയോഗ്രഫിയിലും റിച്ചാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് നാളുകൾക്ക് ശേഷം വളരെ ആഘോഷിച്ച് കണ്ടൊരു മലയാള സിനിമയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ ഔട്ട് ഓഫ് 10 തന്നെ റേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമാ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.